നമസ്കാരം. നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും മറ്റ് ഓഫീസുകളുമൊക്കെ മനോഹരമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അത് വളരെ നന്നായി പ്രകാശപൂരിതമാകണം. അതിനായി നല്ല ഇലക്ട്രിക്കൽ വർക്കുകളും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഇലക്ട്രിക് കോൺട്രാക്ട് വർക്കുകളും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ പുളിക്കൽ കവലയിലുള്ള RK പവർ സൊല്യൂഷൻ ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ട് രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന സ്ഥാപനം നമ്മുടെ കോട്ടയം കളത്തിപ്പടിയിലെ RK ഓയിൽ മിൽസിൻ്റെ സഹോദര സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വരൂ. RK പവർ സൊല്യൂഷൻ്റെ പ്രിയപ്പെട്ട MD റോണി ജേക്കബ് സാറാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രശസ്തമായ RK ഓയിൽ മിൽസിൻ്റെ സഹോദര സ്ഥാപനം RK പവർ സൊല്യൂഷൻ. ഇതിപ്പോൾ എത്ര വർഷമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പോൾ 7 വർഷമായി നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ട്. ശരി. ഇതൊരു ഇലക്ട്രിക്കൽ കടയാണ്. ഇതിനോടനുബന്ധിച്ചുള്ളൊരു വർക്കിംഗ് സ്ഥാപനമാണ് RK പവർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരി. നമ്മൾ കൂടുതലായിട്ടും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനല്ല, വർക്കുകൾ എടുത്ത് ചെയ്യുന്നത്. അതെ അതെ അതെ, അതാണ് നമ്മുടെ മെയിൻ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ശരി. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്ര ബിൽഡിങ്ങുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഇപ്പം നമ്മളൊരു ശരാശരി ഒരു കഴിഞ്ഞൊരു 7-8 കൊല്ലമായിട്ട് തന്നെ ഒരു 30-30ഓളം ബിൽഡിങ്ങുകൾ. കാരണം ഒരു വർക്കെന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് വരുന്ന വർക്കുകളല്ല, ഏകദേശം ഒരു 6-7 മാസം എടുക്കുന്ന വർക്കുകളാണ്. അപ്പം അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകും. വർഷത്തിലൊരു 2 അല്ലെങ്കിൽ 3 പ്രോജക്റ്റുകൾ അതിൽ കൊള്ളൊന്നും നമ്മൾ എടുക്കാറില്ല, നമ്മൾ തേടി വരാറുമില്ല. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടും ആ ഒരു കൃത്യമായ സ്പെസിഫിക്കേഷനിലും ഒരു പക്ക വർക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനേക്കാൾ ഉപരി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക്കൽ വർക്കുകളാണല്ലേ? അതെ അതെ. എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു ഓഫീസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഓഫീസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ലൈറ്റുകളും മറ്റു കാര്യങ്ങളും. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്നു, ആ വീട് പണിയുന്ന ഒരു സൃഷ്ടിയാണ്, പക്ഷെ ആ ശൂന്യതയിൽ നിന്നാണ് നമ്മളവിടെ ലൈറ്റ് എത്തുന്നത്. അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പരിപാടി അതിൻ്റേതായ സമയവും അതിൻ്റേതായ ഒരു കൃത്യമായ സ്പെസിഫിക്കേഷനിലും കാര്യങ്ങളും ചെയ്യാനുള്ള സമയമെടുക്കും. ശരി. എങ്കിലും നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ കൂടുതലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ചെയ്യാറുണ്ട്, ഫാക്ടറീസ് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിൻ്റെ വർക്കുകൾ ചെയ്യാറുണ്ട്, റെസിഡൻഷ്യൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ കൂടുതലും ചെയ്യാറുണ്ട്. നമ്മൾ ഒരു മൊത്തത്തിൽ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാറുണ്ടോ അതോ നമ്മളെങ്ങനെ? അതെ അതെ, അത് തന്നെ ഓരോ വർക്കിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഒന്നെങ്കിൽ ഫുൾ കോൺട്രാക്ട് എടുക്കും, അല്ലെങ്കിൽ ലേബർ ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. ശരി. ഒരു ക്ലയൻറ്റ് ഒരു പ്ലാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ആവശ്യകത കൂടി നമ്മൾ പരിഗണിക്കാറുണ്ടോ? നമ്മളതോ നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ എന്നായിരുന്നു അദ്ദേഹവുമായിട്ട് ഇപ്പോൾ ഒരു വീട് പണിയുന്നൊരു വ്യക്തി, ആ പുള്ളിയുടെ വീട് പണിയുമ്പോൾ ആ പുള്ളിയോട് ചോദിക്കുമ്പോൾ സാറിൻ്റെ ആവശ്യകത എന്താണ്? ആ ആവശ്യകതയ്ക്കാണ് നമ്മൾ അതിൻ്റെ റേറ്റുകളും വർക്കുകളും കാര്യങ്ങളും പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കത്തില്ല സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്, സാറിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കത്തില്ല മറ്റുള്ള കാഴ്ചപ്പാട്. അപ്പം സാറിൻ്റെ കാഴ്ചപ്പാടെന്ന് സാറും സാറിൻ്റെ ഭാര്യയും കുട്ടികളും ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മളുമായിട്ട് ചർച്ച ചെയ്യുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയക്കകത്താണ് നമ്മുടെ വർക്കുകൾ പോകുന്നത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറേ ഒരു പേപ്പർ എഴുതി അങ്ങോട്ട് വന്നു ഇത്ര രൂപയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതില്ല. അതൊരിക്കലും ഒരു എന്നെ ഒന്നും വർക്കെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്നെ കോപ്പി അടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാറിപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാനത് ആലോചിച്ചു. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ആലോചിച്ചു. നമ്മൾക്ക് 2-3 തവണ ആലോചിക്കുമ്പോൾ ഒരു പുതിയ ഐഡിയ അവിടെ കിട്ടും. അപ്പോൾ സാറിൻ്റെ ഒരു കാര്യം അതെല്ലായിടത്തും നമ്മളങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ സേവനം ആവശ്യപ്പെടുന്ന എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് വന്നു, നമ്മൾ ചെയ്തൊരു വർക്കാണ്. അപ്പം നിങ്ങളൊരു പേപ്പർ പേനായി എടുത്തിട്ട് എഴുതി വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അവിടെ പോയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പലരോടും പറയുന്നത്. അപ്പോൾ അവരത് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് പെട്ടെന്ന് വിളിച്ച് പറയരുത്. നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ സാറിൻ്റെ ഒരു വർക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ വർക്കേഴ്സോടെ നിൽക്കുക, അപ്പോൾ ആ വർക്ക് ഒന്ന് ഒതുക്കിയിട്ടല്ലേ എനിക്കവിടെ ഇറങ്ങി പോകാൻ പറ്റുന്നത്. രാവിലെ സാറിൻ്റെ വന്നുകൊണ്ട് റോണി എവിടെയുണ്ട്
ഞാൻ സൈറ്റിലുണ്ട് സാറേ, ഞാൻ ഉച്ചയാകുമ്പോൾ പതിയെ കമ്പി കൊട്ടുപടിയെല്ലായിട്ടും ഞങ്ങൾ പതിയെ ഞങ്ങൾ പോകുന്നു. സാറ് വൈകുന്നേരം വരുമ്പോൾ ഇലക്ട്രീഷ്യന്മാരില്ല. എന്നിട്ട് സാറിൻ്റെ മനസ്സിൽ ഒരു ആളിച്ചയാണ്, അയ്യോ എൻ്റെ പണി തീരുന്നില്ലല്ലോ, ഇവന്മാരോടൊപ്പം എന്നിട്ട് നമ്മൾ സാറേ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ തീർത്ത് തരുമെന്ന് പറയും. എല്ലാവരും പറയുന്ന കാര്യം ഇതാ, നാളെ രാവിലെ വീണ്ടും അതുപോലെ തന്നെ ആയിരിക്കും. അത് നമുക്ക് പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയുടെ 100% അവർ കോൺഫിഡൻറ്റ് ഞാൻ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും താങ്കളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ കറണ്ട് ബില്ല് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേപോലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സേവനങ്ങൾ ആവശ്യമുള്ളപ്പോൾ പ്രിയപ്പെട്ട റോണി സാറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വളരെ വിശദമായി സംസാരിച്ച് താങ്കൾക്ക് എല്ലാവിധ നന്ദിയും. വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിയാദ് ചങ്ങനാശ്ശേരി, ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം.